വിഷ്ണു അല്ലേ, അവൻ എഞ്ചിനീയർ അല്ലേ, പിന്നെ അശ്വതി അവൾ ഡോക്ടർ അല്ലേ, അതൊക്കെ പോട്ടെ, നീ എന്താ ചെയ്യുന്നത്? ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ കേൾക്കാത്തത് നമ്മള് ആളുകൾ വളരെ കുറവായിരിക്കില്ലേ. നമ്മുടെ കഥ അവർക്കറിയോ? നമ്മളെന്താ ഡോക്ടർ ആവാത്തത്, നമ്മളെന്താ എഞ്ചിനീയർ ആവാത്തത്, നമ്മളെന്താ കളക്ടർ ആവാത്തത് എന്ന് അറിയോ? ആക്ച്വലി ഇതൊന്നും കേൾക്കുമ്പോൾ നമ്മൾ പാനിക് ആവേണ്ട കാര്യമില്ല. എന്തിനാ പാനിക് ആവുന്നത്? നമ്മുടെ സ്റ്റോറി അവർക്കറിയോ? നമ്മുടെ സിറ്റുവേഷൻ അവർക്കറിയോ? കഥ അറിയാതെ അവരിങ്ങനെ വെറുതെ ബ്ലാ 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 പറഞ്ഞോണ്ടിരിക്കും. നമ്മളത് മൈൻഡ് ആക്കേണ്ട കാര്യമില്ല. ഇപ്പോ ചിലപ്പോ നമ്മൾ പലരും പല സ്വപ്നങ്ങളും അച്ചീവ് ചെയ്യാൻ വേണ്ടിട്ട് സീക്രട്ട് ആയിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അതൊക്കെ നമ്മൾ അവരോട് പറയണമെന്നുണ്ടോ? ചിലവര് ഫാമിലിത്തെ സ്ട്രഗിൾ കാരണം ഡിഗ്രിയിൽ തന്നെ വേറെ ഒന്നും മുന്നോട്ട് പഠിക്കാതെ ജോലിക്ക് കയറിയിട്ടുണ്ടാവും. അവരല്ലേ ശരിക്കും ഹീറോ? അപ്പൊ തന്നെ ഫാമിലിന്റെ ഭാരമൊക്കെ മേലെ വെച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നില്ലേ? അതുകൊണ്ട് സിറ്റുവേഷൻ അറിയാതെ പലരും പലതും പറയും. നമ്മൾ അതൊന്നും മൈൻഡാക്കുകയേ ചെയ്യരുത്. പിന്നെ എവിടെ പോയാലും ഈ കമ്പാരിസൺ ഉണ്ടാവും. ചെറുപ്പത്തിൽ പഠിക്കുമ്പോ പലരുടെയും മാർക്ക് വെച്ചിട്ടുള്ള ഒരു കമ്പാരിസൺ, ഇപ്പൊ ജോലി കയറിയാൽ പോലും പൊസിഷൻ വെച്ചിട്ടുള്ള കമ്പാരിസൺ, ഇപ്പോ ഫ്രണ്ട്സ് ആരെങ്കിലും കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഭയങ്കര കല്യാണം കഴിഞ്ഞ് സെറ്റിലായി, നീ ഇങ്ങനെ നടന്നോ എന്നുള്ളൊരു കമ്പാരിസൺ. അങ്ങനെ കമ്പാരിസൺ എപ്പോഴും ഉണ്ടാവും. അത് നാട്ടുകാരുടെ ഒരു പൊതുവായിട്ടുള്ള സ്വഭാവമാണ്. പക്ഷെ അതൊന്നും കേട്ടിട്ട് നമ്മൾ പാനിക് ആവുകയേ വേണ്ട. നമ്മുടെ കഥ അവർക്കറിയില്ല, നമ്മുടെ സിറ്റുവേഷൻ അവർക്കറിയില്ല, നമുക്ക് മാത്രമേ അറിയുള്ളൂ. അതുകൊണ്ട് അവര് പറഞ്ഞോട്ടേ എന്ന് വെക്കണം, മൈൻഡേ ചെയ്യാം. ഇനി ഏതെങ്കിലും ചേച്ചിമാരെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചേച്ചി കഥ അറിയാതെ ബ്ലാ ബ്ലാ പറയരുത് എന്ന് നമ്മൾ പറയണം, അല്ലെ?